ഇന്ന് രാവിലെ എന്നെ ഉസ്മാൻ അഹർ ശവകുടീരങ്ങൾ കാണിക്കാനായിട്ടാണ് എത്തിച്ചിരിക്കുന്നത്. Just for new one, sir. Yeah. This one is like the 1994 is the die. Yeah. Then it's 2019 is conduction. Then 2004 is the completely finished conduction. Okay. So before just for here is the land. Okay. Is the one is the body. Okay. Then you collect the ashes. Okay. Then you go the river in the Ganga for Varanasi. Varanasi. Yeah. അഹർ ശവകുടീരങ്ങൾ മേവാർ രാജകുടുംബത്തിലെ പൂർവികരായ രാജാക്കന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അനുസ്മരിക്കുന്നതിനായി നിർമ്മിച്ച സ്മാരകങ്ങളാണ്. വലതുവശത്ത് ഒരു ശവകുടീരത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയെ കാണാം. ആ സ്ത്രീ ഭഗവാൻ ശിവന്റെ ഒരു ചെറു വിഗ്രഹത്തിന്റെ മുമ്പിൽ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും ഇവിടെ അനുവദിക്കുകയില്ല എന്നാണ് ഉസ്മാൻ പറയുന്നത്. ഞാൻ ഇവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തുന്നത് മൊബൈൽ ക്യാമറയിലാണ്. ഏകദേശം 400 വർഷത്തോളം പഴക്കമുള്ള ശവകുടീരങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് ഉസ്മാൻ പറയുന്നത്. ഒരിക്കൽ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി സംഘം ഇവിടെ രഹസ്യമായ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി നടത്തി. അപ്രതീക്ഷിതമായ രാജാവ് ഇവിടെ വരികയും കൈയോടെ അവരെ പിടികൂടുകയും ചെയ്തു. അന്ന് മുതൽ ഇവിടെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഇവിടെ നിരോധിച്ചിരിക്കുകയാണ് എന്നാണ് ഉസ്മാൻ പറയുന്നത്. എല്ലാ ശവകുടീരങ്ങളും മാർബിളിലാണ് പണിതിരിക്കുന്നത്. എല്ലാ ശവകുടീരങ്ങളിലും ഭഗവാൻ ശിവന്റെ വിഗ്രഹങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. ഉദയ്പൂർ രാജകുടുംബം ഭഗവാൻ ശിവനെ തങ്ങളുടെ നാഥനായും രക്ഷകനായുമായിട്ടാണ് കാണുന്നത്. അതിനാലാണ് ഭഗവാൻ ശിവന്റെ വിഗ്രഹങ്ങൾ അവർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. Like this is for Udaipur is a 460 years old. Because here Muslim people also never kill in the cow. Because here Muslim Hindu people very good relation, like similar like brother. Never into the cow, never into the buffalo. This is the water, is the holy water. Yeah, 300 years, 400 years old. പ്രധാന കവാടത്തിനരികിലായുള്ള സെക്യൂരിറ്റി ജീവനക്കാരൻ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ദൂരെ നിന്ന് വീക്ഷിക്കുന്നുണ്ട്. ചെറു ശവകുടീരങ്ങൾ രാജകുടുംബത്തിലെ കുട്ടികളെ അടക്കം ചെയ്ത ശവകുടീരങ്ങളാണ്. കല്ലറയുടെ സൈഡ് ചേർന്ന് ദൃശ്യങ്ങൾ പകർത്തി നടക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് ഉസ്മാൻ എന്നോട് പറയുന്നത്.
പൂർവികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടക്കുന്ന ദിവസങ്ങളിൽ മഹാരാജാവ് ആ ഭാഗത്തുള്ള ഇടനാഴി വഴി അങ്ങോട്ട് പ്രവേശിക്കും. അവിടെ ഒരു ചെറു ക്ഷേത്രമുണ്ടെന്നും സാധാരണക്കാർക്ക് അങ്ങോട്ട് പ്രവേശനമില്ലെന്നും ഉസ്മാൻ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. Locals. Yeah, locals. Same like. Because he go there especially ceremony, he say okay, no problem. Kids are throwing stones. Yeah. The worship with the family, then will be coming. Lots of family members are there. Yeah, lots of family members. So we see in the living the palace. Yesterday we see city palace. City palace is the complex is the 4 part. One with the tourist, 2 part for hotel, then 1 part for residence. Still living the king. Then is a Maharana in the Singh. Then his wife. Then his son in the Maharana is the Lakshara Singh. Then his wife. Then have 2-3 children. ഇവിടുത്തെ ശവകുടീരങ്ങൾ സന്ദർശിക്കാനായി വിനോദസഞ്ചാരികൾ പൊതുവെ വരാറില്ലെന്നും ഉദയ്പൂർ നിവാസികളാണ് കൂടുതലായി ഇവിടം സന്ദർശിക്കാറുള്ളത് എന്നും ആണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. Danger for kids there. Yeah, danger for kids. Something like jump. Parents are not like. Kids are maybe head injury. We are planning leg injury. ഇവിടം വളരെ ശാന്തമായി കിടക്കുന്നതിനാൽ ഒരുപാട് പ്രാവുകളെയും നായ്ക്കളെയും കാണാൻ സാധിക്കും. കല്ലറകൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന കുളം. പൂർവികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തുന്ന ദിവസങ്ങളിൽ രാജാവ് പുറകുവശത്തെ ക്ഷേത്രത്തിലേക്കും ശവകുടീരങ്ങളിലേക്കും നടന്നു നീങ്ങുന്ന ഇടനാഴിയിലേക്കുള്ള കവാടം ഇവിടെയാണ്. അഹർ ശവകുടീരങ്ങൾക്ക് പിറകിലായി സ്ഥിതി ചെയ്യുന്നൊരു പഴയ പാർക്കിലേക്കാണ് അടുത്തതായി ഞാൻ പോകുന്നത്. ഇവിടെ ധാരാളം മത്സ്യങ്ങളെ കാണാൻ സാധിക്കും. പല ഉദയ്പൂർ നിവാസികളുടെയും ശവസംസ്കാര ചടങ്ങുകൾ ഇവിടെയാണ് നടത്താറുള്ളത്. ഇവിടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിൽ പരിമിതികളുള്ള സ്ഥലമാണ്. ദൃശ്യത്തിൽ ദൂരെയായി കാണുന്നത് അഹർ ശവകുടീരങ്ങളാണ്. ഉദയ്പൂർ നിവാസികൾ ഇടയ്ക്ക് വിശ്രമിക്കാൻ വന്നിരിക്കുന്ന പാർക്കാണിത്. ഇവിടം രാജാവിൻ്റെ പഴയ പാർക്കാണ്. രാജാവ് ഇടയ്ക്ക് ഇവിടെ വന്നിരിക്കാറുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇവിടെയും സെക്യൂരിറ്റി ജീവനക്കാരെ കാണാൻ സാധിക്കും. ഞാനും ഉസ്മാനും എന്താണ് ചെയ്യുന്നത് എന്ന് ദൂരെ നിന്ന് വീക്ഷിക്കുകയാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ. ഇന്നത്തെ യാത്ര അവസാനിച്ചിരിക്കുന്നു. ഇനി എന്നെ റെസ്റ്റോറൻറ്റിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഉസ്മാൻ്റെ ദൗത്യം.
രാജവീതി ആയതിനാൽ ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ ദൃശ്യങ്ങൾ പകർത്തുകയാണ് എന്ന് മനസ്സിലാക്കിയ യുവാവ് എൻ്റെ ക്യാമറയ്ക്ക് നേരെ ഹായ് തരുന്നു. യാത്രക്കിടയിൽ അനുഭവപ്പെട്ട ട്രാഫിക് ബ്ലോക്ക് മാറ്റാനായി ഉസ്മാൻ മുമ്പോട്ട് പോയിരിക്കുകയാണ്. ഈ അവസ്ഥകൾ ഇവിടെ സ്ഥിരമാണ് എന്നാണ് ഉസ്മാൻ പറയുന്നത്. സഹായിക്കാനുള്ള നല്ലൊരു മനസ്സുള്ള വ്യക്തിയാണ് ഉസ്മാൻ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. രാജവീതികളിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കുകൾ എല്ലാവരെയും അസ്വസ്ഥരാക്കുന്നു. ഈ രാജവീതിയിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ ഡ്രൈവറിന് ക്ഷമ വളരെ അത്യാവശ്യമാണ്. 5 मिनट रुक जाओ, अभी खाली हो रहा है। बहुत छोटा because the big road is giving conduction. Yeah. Then every people is a problem. Also coming in a tourist by car. Then never give it because never is so far. Okay, we go there. And every time. I think better they have to create a one way. Yeah, one way. ഇവിടുത്തെ അധികാരികൾ വിചാരിച്ചാൽ ഈ ട്രാഫിക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാൽനട യാത്രക്കാർ റോഡിലൂടെ നടക്കുമ്പോൾ തുറന്നിരിക്കുന്ന ഈ ഡ്രെയിനേജുകൾ അപകടങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇവിടം മൊത്തത്തിൽ ഒന്ന് നവീകരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കാലത്ത് വിദേശീയരായ വിനോദസഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന കടകളാണ് ദൃശ്യത്തിൽ കാണുന്നത്. COVID-19 മാറി തങ്ങളുടെ പഴയ കച്ചവട കാലഘട്ടം തിരികെ വരും എന്ന പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന വ്യാപാരികൾ. അധികാരികൾ എന്തുകൊണ്ടാണ് ഈ രാജവീഥികൾ വൺ വേ ആക്കാത്തത് എന്ന് ഞാൻ ചിന്തിച്ചു പോകുകയാണ്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ജഗദീഷ് ടെമ്പിളാണ്.
രാത്രിയിൽ 10 മണിയോടെ ഉദയ്പൂർ പൂർണ്ണമായും ശാന്തമാകും. So I drop in some restaurant. Yeah, yesterday's restaurant. Okay, no problem. Very cool restaurant. Yeah, nice. ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ കാർ പാർക്കിംഗ് ഒരു സ്വപ്നമാണ്. ഞാനും ഉസ്മാനും നാളത്തെ യാത്രയെക്കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ കൊണ്ട് എൻ്റെ ഉദയ്പൂർ സഞ്ചാരം അവസാനിക്കും. ഉച്ചഭക്ഷണം കഴിക്കാനായി ഞാൻ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ റെസ്റ്റോറൻറ്റിൽ 2ാം തവണയാണ് ഞാൻ പ്രവേശിക്കുന്നത്. ഞാൻ ആദ്യം പ്രവേശിക്കുമ്പോൾ ഇവിടെ രാത്രിയായിരുന്നു. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ബിയർ, വൈൻ എന്നിവ ലഭ്യമാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. രാത്രിയിൽ കാണുന്ന ദൃശ്യങ്ങൾക്ക് മറ്റൊരു ഭംഗിയാണ് എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ദൃശ്യത്തിൽ കാണുന്നത് താജ് ലേക്ക് പാലസ് ആണ്. ദൃശ്യത്തിൽ കാണുന്ന ബിയർ ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്താനായി ഞാൻ വാങ്ങിയതാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്ന വിശ്വാസത്തോടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ വിട പറയുന്നു. അല്പം മുൻപാണ് അമ്മയുടെ ഫോൺ കോൾ വന്നത്. ഉദയ്പൂരിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥ റിപ്പോർട്ട് പറയുന്നത് എന്നാണ് അമ്മ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത്. അല്പം നേരം ഈ രാജവീതിയിലൂടെ നടന്നാൽ എനിക്ക് എൻ്റെ റൂമിലേക്ക് പ്രവേശിക്കാം. ഞാൻ താമസിക്കുന്ന ഹോട്ടലിന് സമീപത്തായി കണ്ട മറ്റൊരു സഞ്ചാരി